ഹായ് ഓൾ, വെൽക്കം ടു സഫയർ ഫ്യൂച്ചർ അക്കാദമി ബോർഡ് ബൂസ്റ്റർ സീരീസ്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ചാപ്റ്റർ ആയിരുന്നു ലീനിയർ പ്രോഗ്രാമിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ റിലേറ്റഡുള്ള ക്വസ്റ്റ്യൻസുകളും തിയറി കണ്ടൻസുകളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നത്തെ കണ്ടിന്യൂഷൻ തന്നെയാണ് ആ ചാപ്റ്ററിൻ്റെ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫീസിബിൾ റീജിയൻ അൺബൗണ്ടഡ് ആകുന്ന കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. ക്വസ്റ്റ്യൻ ഇതാണ്: determine graphically the minimum value of the objective function given that z is equals to minus 50x plus 20y subject to the constraints 2x minus y greater than or equal to minus 5, 3x plus y greater than or equals to 3, 2x minus 3y less than or equals to 12, comma x greater than or equal to 0, y greater than or equal to 0. നമ്മൾ ഓൾറെഡി കൺസ്ട്രെയിൻസിന്റെ കേസുകളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു എക്സ് ഗ്രേറ്റർ ദൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദൻ ഓർ ഈക്വൽ ടു 0 മീൻ ചെയ്യുന്നത് എന്തിനെയായിരുന്നു? ദ ഫീസിബിൾ റീജിയൻ ബൗണ്ടഡ് ഇൻ ഫീസിബിൾ റീജിയൻ ലൈസ് ഇൻ ദി ഫസ്റ്റ് ക്വാഡ്രന്റ് അല്ലേ? അപ്പൊ എക്സ് ഗ്രേറ്റർ ദൻ 0, വൈ ഗ്രേറ്റർ ദൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫീസിബിൾ റീജിയൻ കിടക്കുന്നത് എവിടെയാണ്? ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കിയുള്ള കൺസ്ട്രെയിൻസുകൾ മാത്രം എടുത്താൽ പോരെ നമുക്ക് ആദ്യം അല്ലെ? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ അവിടെ നിൽക്കട്ടെ. നമുക്ക് അടുത്തുള്ള കൺസ്ട്രെയിൻസുകൾ ഏതൊക്കെയാ? 2x minus y greater than or equal to minus 5, 3x plus y greater than or equal to 3, 2x minus 3y less than or equal to 12. ഓക്കെ, കൺസ്ട്രെയിൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഗ്രാഫൊക്കെ വരയ്ക്കും. നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ലെസ് ദൻ ഓർ ഈക്വൽ ടു ആയാലും ഗ്രേറ്റർ ദൻ ഓർ ഈക്വൽ ടു ഏത് ടൈപ്പ് ഇൻഇക്വാലിറ്റീസ് അല്ലെ, ഗ്രേറ്റർ ദൻ ലെസ് ദൻ എന്തോ ആയിക്കോട്ടെ, നമ്മൾ ഈക്വൽ ടു ആയിട്ടാണ് കൺസിഡർ ചെയ്യാറുള്ളത്. ശരിയല്ലേ? യെസ്. അപ്പൊ നമ്മൾ എന്തെടുത്തു? 2x മൈനസ് വൈ ഈക്വൽ ടു -5 എന്ന് കൺസിഡർ ചെയ്യാം. ദെൻ എക്സിന് 0 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ എന്താണ് കിട്ടുന്നുണ്ടായിരിക്കുക? 0 മൈനസ് വൈ ഈക്വൽ ടു -5. സോ -y ഈക്വൽ ടു -5 എന്ന് കിട്ടും, ഓർ y is equals to 5. സിമിലർലി വൈക്ക് 0 കൊടുത്തു കഴിഞ്ഞാലോ 2x ഈക്വൽ ടു -5, x is equal to -5/2 which is equal to -2.5 എന്ന് കിട്ടും. ശരിയല്ലേ? യെസ്. അതേപോലെ തന്നെ അടുത്ത കൺസ്ട്രെയിന്റ് എടുക്കുക. 3x plus y greater than or equals to 3. നമ്മൾ എന്തെടുത്തു? 3x plus y equals to 3 എന്ന് കൺസിഡർ ചെയ്യാം അല്ലെ? 3x plus y equals to 3. എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ നമുക്ക് എന്താ കിട്ടുക? 3. ഏത് പോയിന്റ്സ് വേണമെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. നമ്മുടെ ഈസി മെത്തേഡിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത്, കാൽക്കുലേഷന് വേണ്ടി ചെയ്യുന്നത് കേട്ടോ. അതേപോലെ തന്നെ വൈക്ക് 0 കൊടുത്തു കഴിഞ്ഞാലോ എക്സ് ഈക്വൽസ് എന്താ കിട്ടുക? 1 കിട്ടും. സോ ഇവിടുത്തെ പോയിന്റ്സ് എന്ന് പറയുന്നത് 0, 5 ആണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് 0, -2.5 ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടുത്തെ കോർഡിനേറ്റ്സ് ഏതായിരിക്കും? 0, 3 ആണ്. അടുത്ത പോയിന്റ് ഏതാണ്? 1, 0 ആണ് അല്ലെ? 1, 0. നമുക്ക് ആദ്യം എക്സ് കോർഡിനേറ്റ് ദെൻ വൈ കോർഡിനേറ്റ് ആണ് എഴുതേണ്ടത്. തൊട്ട് മുമ്പ് നമ്മൾ എഴുതിയപ്പോൾ യെസ് എക്സിന് -2.5 അല്ലേ കിട്ടിയത്? അപ്പൊ -2.5, 0 കേട്ടോ, അങ്ങനെ എഴുതണം. അതേപോലെ ഇവിടെ എന്താ? എക്സിന് 0 കൊടുത്തപ്പോൾ വൈയുടെ വാല്യൂ 3, 0, 3 ആണ്. വൈക്ക് 0 കൊടുത്തപ്പോൾ എക്സിന്റെ വാല്യൂ 1 ആണ് കിട്ടിയത് അല്ലെ? സോ 1, 0. ക്ലിയർ ആയല്ലോ പോയിന്റ്സിൽ എഴുതിയത്? യെസ്. ഇനി ഇതേപോലെ നമുക്ക് ഒരു ഇനീക്വാളിറ്റി കൂടി ഉണ്ട് അല്ലെ? ഏതാണ്? ഒരു കൺസ്ട്രെയിന്റ് കൂടി ഉണ്ട്. ഏതാണ്? 2x minus 3y ഈക്വൽസ് ടു 12. അതിൽ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ -3y ഈക്വൽസ് ടു 12 എന്ന് കിട്ടും. y ഈക്വൽ ടു 12/-3 is equal to -4. y ഈക്വൽ ടു എന്താ കിട്ടുക? -4. അതേപോലെ yക്ക് 0 കൊടുക്കും. yക്ക് 0 കൊടുത്താൽ എക്സ് എന്താ കിട്ടുക? 6 ആണ് കിട്ടുക. അപ്പൊ പോയിന്റ്സിൽ എഴുതുമ്പോൾ ആദ്യം എക്സ് കോർഡിനേറ്റ് ദെൻ വൈ കോർഡിനേറ്റ് അല്ലേ? അപ്പൊ 0, -4 ഒരു പോയിന്റും. അടുത്ത പോയിന്റ് ഏതാണ്? 6, 0യും. ഓക്കെ, അപ്പൊ ഓരോ കൺസ്ട്രെയിൻസിന്റെയും നമുക്ക് ഗ്രാഫുകൾ വരയ്ക്കാനുള്ള പോയിന്റ്സുകൾ നമ്മൾ എന്ത് ചെയ്തു? ഡിറ്റർമിൻ ചെയ്തു അല്ലെ? നമ്മൾ എന്ത് ചെയ്യുക? ഗ്രാഫ് നമ്മൾ വരയ്ക്കാണ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ കിട്ടിയ പോയിന്റ്സുകൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക. 6, 0. അതേപോലെ അടുത്ത പോയിന്റ് ഏതായിരുന്നു? 0, -4 അല്ലെ? ഇതൊരു സെറ്റ്. ദെൻ 0, 5 ഒരു സെറ്റ്.
-2.5, 0 അടുത്തൊരു സെറ്റ്. ദെൻ ഇവിടെ എന്താ 0,3 1,0 ആണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റഫ് ഒരു ഫിഗർ ഞാൻ വരയ്ക്കാം. എങ്ങനെയാണ് ആ ഗ്രാഫിന്റെ ഫീസിബിൾ റീജിയൻ വരുന്നത് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, യെസ്, ഫെയർ സൊല്യൂഷൻ ഞാൻ ഇവിടെ സ്ലൈഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്. ഇത് 0 ആണ് ഇന്റർസെക്റ്റിംഗ് പോയിന്റ്. 1 2 3 4 5 6 7 8 9 10. ഇതേപോലെ നമുക്ക് വൈ ആക്സിസിലും മാർക്ക് ചെയ്യാം. ഓക്കെ, യെസ്, വൈഡ് മാക്സിമം എത്ര വന്നേക്കുന്നേ? 3 0 അല്ലേ? 0,3 1,0 6,0 0 -4 0 5 -2. ഓക്കെ, നമുക്ക് കിട്ടിയിട്ടുള്ള പോയിന്റ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഓരോ കൺസ്ട്രെയിൻസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഗ്രാഫുകൾ, ലൈൻസുകൾ വരയ്ക്കാം അല്ലേ? യെസ്, അപ്പോൾ ആദ്യം നമ്മൾ എടുക്കുന്നത് 2x - y = -5 ആണ്. ഫസ്റ്റ് പോയിന്റ് ഏതാണ്? 0 5 ആണ് അല്ലേ? യെസ്, 0 5 ആണ് ഫസ്റ്റ് പോയിന്റ്. അപ്പൊ x കോർഡിനേറ്റ് 0 ആണ്, y കോർഡിനേറ്റ് 5 ആണ്. ഓക്കെ, ഇപ്പൊ 0,5. യെസ്, പോയിന്റ്. അടുത്ത ഏതാണ്? -2.5, 0 അല്ലെ? -2.5, 0 ആണ് പോയിന്റ് വരുന്നുണ്ടായിരിക്കുക. സോ ഏകദേശം നമുക്കിതൊരു -1 ആയി കൺസിഡർ ചെയ്യാം. -2.5 അല്ലെ? ഇതൊരു -3 ആയിട്ട് കൺസിഡർ ചെയ്യുക. -2,5 നമ്മൾ അപ്രോക്സിമേറ്റ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, ലൈൻ വരയ്ക്കുക കേട്ടോ. യെസ്, ഇനി നമ്മൾ മൊത്തം പോണമെന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ സൊല്യൂഷൻ ഫീസിബിൾ റീജിയൻ കിടക്കുന്നത് ഏതിലാന്ന് പറഞ്ഞിട്ടുണ്ട്? ഫസ്റ്റ് ക്വാഡ്രന്റിലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഭാഗത്തേക്ക് മാത്രം വരുന്ന രീതിയിലേക്ക് നമുക്ക് കൺസിഡർ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്തത് ഇനി അടുത്ത പോയിന്റ് നോക്കി നോക്കുക. 3x + y = 3 ആണ് അല്ലെ? യെസ്, 3x + y = 3 ആണ്. അപ്പൊ എക്സിന് 0 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയത്? 3യും എക്സിന് 1 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയത്? 0. എക്സിന് വൈക്ക് 0 കൊടുത്തപ്പോൾ എക്സിന്റെ വാല്യൂ ആണ്. അപ്പൊ കോർഡിനേറ്റ്സ് എടുക്കുമ്പോൾ 0 3യും 1 0. ഇപ്പൊ പോയിന്റ്സുകൾ എവിടെ വരുന്നുണ്ടായിരിക്കും? യെസ്, 1 0 എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് ആയിരിക്കും അല്ലെ? യെസ്, 1 0. ഇനി അടുത്ത പോയിന്റ് ഏതാണ്? 0 3. യെസ്, യെസ്. ഓക്കെ, നമുക്ക് ഓരോ ലൈൻസിന്റെ ഇക്വേഷൻസ് കറസ്പോണ്ടിങ് അവിടെ തന്നെ എഴുതി പോവാം കേട്ടോ. ഈ ലൈനിന്റെ ഇക്വേഷൻ ഏതായിരുന്നു? 3x + y = 3 അല്ലേ? യെസ്, അതേപോലെ തന്നെ മുമ്പ് വരച്ചത് ഏതായിരുന്നു? നമ്മൾ 2x - y = -5 അല്ലേ? നമുക്ക് ഇവിടെ എഴുതാം 2x - y = -5. ഓക്കെ, യെസ്. ഇത് നമുക്ക് ഒരു കൺസ്ട്രെയിന്റും കൂടി ഉണ്ട് അല്ലേ? ആ കൺസ്ട്രെയിന്റ് ഏതാണ്? 2x - 3y ലെസ് ദൻ ഓർ ഈക്വൽസ് ടു 12. പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്ത് ഏതാണ്? 0 -4. അതേപോലെ 6 0 എന്ന് പറയുന്ന പോയിന്റ് ഇതായിരിക്കും അല്ലേ? അടുത്ത ഏതാ പറഞ്ഞത്? 0 -4. എക്സിന് 0 ആണ്, വൈക്ക് -4 ആണ്. ശരിയല്ലേ? വൈക്ക് എന്തായിരുന്നു? -4 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് പോയിന്റ് വരുന്നത്, അപ്പൊ എന്തായാലും ആ ഗ്രാഫിന്റെ ഒരു ഏകദേശം ഒരു -4 എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ലൈൻ കിടക്കുന്നത് ഇങ്ങനെയായിരിക്കും അല്ലേ? യെസ്, യെസ്, -4 ആണെങ്കിൽ ആ ലൈൻ്റെ ഇക്വേഷൻ ഏതായിരുന്നു? 2x - 3y = 12. ഓക്കെ, ഫെയർ സൊല്യൂഷൻ ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള പോയിന്റ്സുകൾ കണ്ടോ? ഇതേനാ 0 5 0 3 1 0 6 0. അതേപോലെ പോയിന്റ്സുകൾ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. യെസ്, ഇനി നമുക്ക് വേണ്ടി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോതും, അപ്പോൾ 2x - y > or = -5ന്റെ നമ്മൾ വരച്ചു, ശരിയല്ലേ? 3x + y > or = 3 അല്ലെ? ആ കൺസ്ട്രെയിന്റ് നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു. എവിടെയാണ്? യെസ്, 3x + y = 3 വരച്ചു. അതേപോലെ അടുത്ത് എന്താ? 2x - 3y = 12.
വരച്ചു. ഇനി നമ്മൾ ഷെയ്ഡഡ് പോർഷൻ നമ്മൾ ഐഡന്റിഫൈ, ഫീസിബിൾ റീജിയൻ നമുക്ക് ഷെയ്ഡ് പോർഷൻ വഴിയിൽ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പൊ അതെങ്ങനെയാന്ന് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, പറ്റേ ടൈം നമ്മൾ എക്സിനും വൈക്കും 0 കൊടുത്തു കഴിഞ്ഞാൽ 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -5 ഫസ്റ്റ് കൺസ്ട്രെയിനിലാണ് കൊടുക്കണം കേട്ടോ. 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -5 എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ 0 എന്ന് പറഞ്ഞ ഗ്രേറ്റർ ഈക്വൽ ടു -5 ആണ്. അപ്പോൾ എന്താണ് കണ്ടീഷൻ? എന്താണ്? കറക്റ്റ് ആണ്. നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസിലും ചെയ്യുന്ന പോലെ തന്നെ ആ കണ്ടീഷൻ എന്താണ്? ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ടുവേർഡ്സ് ഒറിജിൻ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക? ഷെയ്ഡ് പോർഷൻ നമ്മൾ വരയ്ക്കുന്നുണ്ടായിരിക്കുക അല്ലെ, ഷെയ്ഡ് ചെയ്യുന്നുണ്ടായിരിക്കുക അല്ലെ. അപ്പൊ 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽസ് ടു -5 എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന്റെ വരുന്ന ടുവേർഡ്സ് ഒറിജിൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് വരുന്നുണ്ടായിരിക്കും? ഇങ്ങോട്ടേക്കായിരിക്കും ഫീസിബിൾ റീജിയൻ വരുന്നുണ്ടായിരിക്കുക. ശരിയല്ലേ? ഇങ്ങോട്ടേക്കായിരിക്കും ഫീസിബിൾ റീജിയൻ വരുന്നുണ്ടായിരിക്കുക. ഇതിന് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സൊല്യൂഷൻ റീജിയൻ എന്തായിരിക്കും? ഈ ഭാഗത്തോട്ടായിരിക്കും കിടക്കുന്നുണ്ടായിരിക്കുക ടുവേർഡ്സ് ഒറിജിൻ എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇനി അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? 3x + y ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 3 അല്ലെ. അറ്റ് എ ടൈം എക്സിനും വൈക്കും 0 കൊടുക്കുമ്പോൾ എന്താ കിട്ടുക? 0 ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 3 ആണ്. സ്റ്റേറ്റ്മെന്റ് എന്താണ്? റോങ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ആ സ്റ്റേറ്റ്മെന്റിൽ നിന്നും എവേ ഫ്രം ദ ഒറിജിൻ ആണ് നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ടത് അല്ലെ. ഇതേ വന്നു. യെസ്, അടുത്ത നമ്മൾ നോക്കാം. അടുത്ത കൺസ്ട്രെയിന്റ് ഏതായിരുന്നു? 2x - 3y ലെസ് ദാൻ ഓർ ഈക്വൽസ് ടു 12 അല്ലെ. അറ്റ് എ ടൈം എക്സിനും വൈക്കും 0 കൊടുത്തു കഴിഞ്ഞാൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽസ് ടു 12 അല്ലെ. 0 എന്ന് പറയുന്നത് 12നേക്കാൾ താഴെയാണ്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് അല്ലെ, ശരിയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ടുവേർഡ്സ് ഒറിജിൻ ആണ് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. കറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പൊ ഇതിന്റെ വരുന്നത് എന്തായിരിക്കും? ഇങ്ങോട്ടായിരിക്കും. യെസ് യെസ്. പക്ഷെ നമ്മൾ ഈ ഫീസിബിൾ റീജിയൻ നമ്മൾ ഷെയ്ഡ് ചെയ്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇതൊരു ബൗണ്ടഡ് ആയിട്ടല്ല കിടക്കുന്നത് അല്ലെ. ഒരു ക്ലോസ്ഡ് റീജിയൻ ഉള്ളാണോ കിടക്കുന്നത്? അല്ല, ബൗണ്ടഡ് അല്ല. അപ്പൊ ഫീസിബിൾ റീജിയൻ ഇവിടെ എന്താണ്? അൺബൗണ്ടഡ് ആണ്. ഫീസിബിൾ റീജിയൻ എന്താണ്? അൺബൗണ്ടഡ് ആണ്. ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത് എന്താണ്? അൺബൗണ്ടഡ് ആണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? തന്നിരിക്കുന്ന കൺസ്ട്രെയിന്റ്, തന്നിരിക്കുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ എന്ത് കണ്ടുപിടിക്കണം? മിനിമം വാല്യൂ കണ്ടുപിടിക്കണം, സബ്ജക്ട് ടു ദ കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞു അല്ലെ. ഈ കൺസ്ട്രെയിൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഗ്രാഫ് ഒക്കെ വരച്ച് ഫീസിബിൾ റീജിയൻ ഒക്കെ നോക്കിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അൺബൗണ്ടഡ് ആണെന്ന് മനസ്സിലാക്കി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ മിനിമം വാല്യൂ ആണ്. സോ അവൈലബിൾ ആയിട്ടുള്ള കോർണർ പോയിന്റ്സുകൾ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അവൈലബിൾ ആകുന്ന കോർണർ പോയിന്റ്സുകൾ ആദ്യം നമ്മൾ സെലക്ട് ചെയ്യാൻ പോവാണ്. കോർണർ പോയിന്റ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരുന്നുണ്ടായിരിക്കും ഇവിടെ? 0, 5 അല്ലെ. യെസ്, ഇതൊരു കോർണർ പോയിന്റ് അല്ലേ. 0, 5 എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടാവും. അതേപോലെ തന്നെ 0, 3 എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. ഈ പോയിന്റ് ഏതായിരുന്നു? 0, 3 അല്ലേ. യെസ്, ഇതേതായിരുന്നു? 0, 5, 0, 3 ഉണ്ടായിരുന്നു. 1, 0 എന്ന് പറഞ്ഞ 0, 3 എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. അതേപോലെ തന്നെ 1, 0 എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. 6, 0 എന്ന് പറഞ്ഞ പോയിന്റ്സ് ഉണ്ട്. ഈ അവൈലബിൾ ആകുന്ന, കാരണം റീജിയൻ അൺബൗണ്ടഡ് ആണ്, പക്ഷെ ആക്സിസിൽ വരുന്ന രീതിയിലുള്ള പോയിന്റ്സുകൾ കേട്ടോ, ആക്സിസിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ്സുകളാണ്, കോർണർ പോയിന്റ്സ് ആണ് തൽക്കാലം നമ്മൾ എടുക്കുന്നത്. അപ്പൊ പോയിന്റ്സുകൾ ഏതൊക്കെ വരുന്നുണ്ടായിരിക്കുക? 0, 5 വരുന്നുണ്ടായിരിക്കും. അതേപോലെ നമുക്ക് എന്ത് വരുന്നുണ്ടായിരിക്കും? 0, 3 വരുന്നുണ്ടായിരിക്കും. 1, 0 വരുന്നുണ്ടായിരിക്കും. 6, 0 വരുന്നുണ്ടായിരിക്കും. ഇതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. Z is equals to എന്തായിരുന്നു? -50x + 20y അല്ലേ. അപ്പൊ എക്സിന് 0 കൊടുക്കുക, വൈക്ക് 5 കൊടുക്കുക. അപ്പൊ എന്താ കിട്ടുക? Z-ന്റെ വാല്യൂ 100. സിമിലർലി എക്സിന് 0 കൊടുക്കുക, വൈയുടെ വാല്യൂ 3 കൊടുക്കുക. വി വിൽ ഗെറ്റ് Z is equals to 60. അതേപോലെ തന്നെ എക്സിന് 1 കൊടുക്കുക, വൈക്ക് 0 കൊടുക്കുമ്പോൾ സെഡിന്റെ വാല്യൂ എന്താ കിട്ടുക? -50. ഓക്കെ, ഓക്കെ. അടുത്തത് എക്സ്, അടുത്ത പോയിന്റ് ഏതാ? 6, 0 അല്ലെ. എക്സിന് നമ്മൾ എന്ത് കൊടുക്കുക? 6 കൊടുക്കുക, വൈക്ക് 0 കൊടുക്കുക. സോ വി വിൽ ഗെറ്റ് Z is equals to -50 into 6 അല്ലെ. അപ്പൊ Z is equals to -300. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടെത്തേണ്ടത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ മിനിമം വാല്യൂ അല്ലെ. അപ്പൊ കിട്ടിയിട്ടുള്ള വാല്യൂസുകൾ 100, 60, -50, -300 ആ. അപ്പൊ ഇതിൽ മിനിമം എന്ന് പറയുന്നത് ഏതാണ്? -300 ആണ് ഇവിടുത്തെ മിനിമം എന്ന് പറയുന്നത്.
പക്ഷേ റീജിയൻ എന്ന് പറയുന്നത് അൺബൗണ്ടഡ് ആണ് അല്ലെ. റീജിയൻ എന്ന് പറയുന്നത് എന്താണ്? അൺബൗണ്ടഡ് ആണ്. റീജിയൻ അൺബൗണ്ടഡ് ആയതുകൊണ്ട് -300 മേ ഓർ മേ നോട്ട് ബി ദ മിനിമം വാല്യൂ ഓഫ് ദ ഗിവൺ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. എന്നിരിക്കുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ മിനിമം വാല്യൂ ആകാം -300, ചിലപ്പോൾ ആകില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? അതിന് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം അല്ലെ. അത് നമ്മൾ എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടല്ലോ, അത് ഏതായിരുന്നു? -50x plus 20y. നമുക്ക് കണ്ടത് മിനിമം വാല്യൂ അല്ലേ. സോ വി ഹാവ് ടു ബി റൈറ്റ് ഇറ്റ് ആസ് -50x plus 20y less than 300, less than -300. ഓക്കെ, മിനിമം ആണല്ലോ പറയുന്നത്, അതാണ് നമ്മൾ കൺസ്ട്രെയിന്റ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കേട്ടോ. -50x plus 20y less than മിനിമത്തിനെ കാണിക്കുന്നതാണ് -300. സോ ഐ ക്യാൻ റൈറ്റ് ഹിയർ -5x plus 2y less than -30. ശരിയാണോ? ലെസ് ദാൻ -30. 10 കോമൺ ആയിട്ട് വരിക അല്ലേ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ നമുക്ക് ഈ കൺസ്ട്രെയിന്റ് കിട്ടി അല്ലേ. യെസ്, നമ്മൾ നോർമൽ ഒരു കൺസ്ട്രെയിൻസ് കിട്ടിക്കഴിഞ്ഞാൽ ലെസ് ദാനോ ഗ്രേറ്റർ ദാനോ എന്തോ ആയിക്കോട്ടെ, നമ്മൾ പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈക്വൽ ടു കണ്ടീഷനിൽ എടുക്കുന്നുണ്ടായിരിക്കുക അല്ലെ. അപ്പൊ അങ്ങനത്തരം ഈക്വൽ ടു കണ്ടീഷൻ എടുക്കുമ്പോൾ നമ്മൾ എന്തുണ്ടായിരിക്കുക? പോയിന്റ്സുകൾ ഡിറ്റർമിൻ ചെയ്യുക. ഓക്കെ, എക്സിന് 0 കൊടുക്കുക. അപ്പൊ എക്സിന് 0 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ നമുക്ക് എന്താ കിട്ടുന്നുണ്ടായിരിക്കുക? 15 -30 ആണ് അല്ലേ. ഓക്കെ, -30 ആകുമ്പോൾ y -15 കിട്ടും, -15. അതേപോലെ തന്നെ വൈക്ക് 0 കൊടുക്കുക. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടുക? -5x = -30 or x = -30/5 എന്ത് കിട്ടും? 6 കിട്ടുന്നുണ്ടായിരിക്കും. പോയിന്റ്സ് എന്ന് പറയുന്നത് 0, -15. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ്? 6, 0. അപ്പൊ ഈ പോയിന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കുക? ഈ കൺസ്ട്രെയിന്റ്, അതായത് -5x plus 2y = -30യുടെ ലൈൻ നമ്മൾ വരയ്ക്കുക, ഗ്രാഫിൽ നമ്മൾ വരയ്ക്കുക. അതിനുശേഷം ഇവിടെ നമ്മൾ എന്താ ചെയ്യുക? നോർമലി അറ്റ് എ ടൈം 0, 0 അപ്ലൈ ചെയ്തിട്ട് അതിന്റെ സൊല്യൂഷൻ വരുന്ന റീജിയൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ, അപ്പൊ ഓപ്പൺ ഹാഫ് പ്ലെയിന്റെ കേസ് വരുമ്പോഴും അതേപോലെ ഫീസിബിൾ റീജിയന്റെ കേസ് വരുമ്പോഴും മിനിമം, അതായത് പോയിന്റ്സുകൾ കോമൺ ആയിട്ട് ഉണ്ടെങ്കിൽ നമ്മൾക്ക് പറയാൻ പറ്റും there will be no minimum value. ഓക്കെ, അതർവൈസ് ഇറ്റ് ഹാസ് എ മിനിമം വാല്യൂ. അതായത് -5x plus 2y = -30 ഉണ്ടല്ലോ. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്തു? പോയിന്റ്സുകൾ ഐഡന്റിഫൈ ചെയ്തു അല്ലെ. ആ അത്തരം പോയിന്റ്സുകൾ ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ നോർമലി ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ, യെസ്, ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന പോയിന്റ്സ് 0, 0 കൊടുത്ത് വൈയുടെ വാല്യൂ കണ്ടുപിടിച്ചു, വൈക്ക് 0 കൊടുത്ത് എക്സിന് വാല്യൂ കണ്ടുപിടിച്ചു. ഇതല്ലാതെ മറ്റൊരു പോയിന്റ്സുകൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടാം? എക്സിന് ഒരു പോയിന്റ് കൊടുക്കാം, വൈയുടെ വാല്യൂ കിട്ടും. വൈക്ക് വേറെ ഒരു പോയിന്റ് കൊടുക്കാം, എക്സിന് വാല്യൂ കിട്ടും. അതും എന്താണ്? പോസിബിൾ ആണ്. നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ഈസി ആയിട്ടുള്ള കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക? ഇത്തരം പോയിന്റ്സുകൾ 0, 0 ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരയ്ക്കുമ്പോൾ ആ പോയിന്റ്സ് നമ്മൾ കൊടുക്കുമ്പോൾ കിട്ടുന്ന ഗ്രാഫിന്റെ ലൈൻ അവിടെ കാണിച്ചിരിക്കുന്നത് -5x plus 2y = -30. കണ്ടോ? ഏകദേശം അത് 6,0 തന്നെ, കാരണം ഒരു പോയിന്റ് 6,0 ആണല്ലോ. അപ്പൊ അതും അതേപോലെ അടുത്ത പോയിന്റ് ഏതായിരുന്നു? 0, -15. ഓക്കെ, അപ്പൊ പോകുന്നത് ഏതായിരിക്കും? ഇതേപോലെ ഒരു ലൈൻ ആയിട്ടായിരിക്കും പോകുന്നുണ്ടായിരിക്കുക. ഓക്കെ, ദെൻ അപ്പൊ അതേതാണ്? -5x plus 2y = -30 അല്ലെ. യെസ്, ഇനി അറ്റ് എ ടൈം എക്സിന് വൈക്കും 0 കൊടുത്ത് എന്താ കിട്ടുക? 0 less than -30 അല്ലെ. അപ്പൊ കണ്ടീഷൻ എന്താണ്? ഫോൾസ് ആയി വരുന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ അതിന്റെ ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ ഇങ്ങോട്ടായിരിക്കും ഷെയ്ഡിങ് നമുക്ക് റീജിയൻ വരുന്നുണ്ടായിരിക്കും അല്ലെ. യെസ്, ടുവേർഡ്സ് ഒറിജിൻ ആവില്ല, എവേ ഫ്രം ദ ഒറിജിൻ അല്ലെ. അതായത് ആ ലൈനിന്റെ പുറത്തോട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക? ഷെയ്ഡിങ് വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നുള്ള റീജിയനും ഉണ്ട്, ഇവിടെ നിന്നുള്ള റീജിയനും ഉണ്ട്. അപ്പൊ ഈ രണ്ട് റീജിയൻസിനും, ഓപ്പൺ ഹാഫ് പ്ലെയിനും ഈ ഫീസിബിൾ റീജിയനും ഇടയിൽ എന്തുണ്ട്? there is a common point അല്ലെ. കോമൺ പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള -300 എന്ന് പറയുന്നത് മിനിമം വാല്യൂ അല്ല. യെസ്, കോമൺ പോയിന്റ് ഇല്ലെങ്കിലോ ഇറ്റ് വിൽ ബി ദ മിനിമം വാല്യൂ. ഓക്കെ, അപ്പൊ ഹിയർ there are നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓപ്പൺ ഹാഫ് പ്ലെയിനും അതേപോലെ തന്നെ ഫീസിബിൾ റീജിയൻ നമുക്ക് എന്തുണ്ട്? there is a common point.
അല്ലെ? കോമൺ പോയിന്റ് ഉണ്ട്. കോമൺ പോയിന്റ് ഉണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് നമുക്ക് എന്ത് പറയാം? -300 ഈസ് നോട്ട് ദ മിനിമം വാല്യൂ ഓഫ് given objective function. ക്ലിയർ ആയോ പറഞ്ഞത്? അതായത് ഓപ്പൺ ഹാഫ് പ്ലെയിനും ഫീസിബിൾ റീജിയനും ഇടയിൽ ഒരു കോമൺ പോയിന്റ്സ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. ഷെയ്ഡ് ചെയ്ത് നോക്കിയപ്പോൾ കോമൺ പോയിന്റ്സ് ഉണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു തിയറം പ്രകാരം എന്താണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള -300 എന്ന് പറയുന്നത് ഇസ് നോട്ട് ദ മിനിമം വാല്യൂ ഓഫ് ദ ഗിവൺ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഇതാണ് അതിൻ്റെ എന്തായിട്ട് വരുന്നുണ്ടായിരിക്കുക? സൊല്യൂഷനായിട്ട് വരുന്നുണ്ടായിരിക്കുക. ക്ലിയർ ആയല്ലോ? യെസ്. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? മിനിമൈസ് z equal to 3x plus 2y subject to the constraints x plus y greater than or equals to 8, 3x plus 5y less than or equals to 15, x greater than or equal to 0, y greater than or equal to 0. അല്ലേ? യെസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ആദ്യത്തെ കൺസ്ട്രെയിന്റ് എടുക്കുകയാണ്. ആദ്യത്തെ കൺസ്ട്രെയിന്റ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ഈക്വൽസ് ടു 8 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. തന്നിരിക്കുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്താ കണ്ടുപിടിക്കേണ്ടത്? മിനിമം വാല്യൂ ആണ് കണ്ടെത്തേണ്ടത് അല്ലേ? സോ എക്സ് പ്ലസ് വൈ ഈക്വൽസ് ടു 8 ആയിട്ട് എടുക്കുക. ജസ്റ്റ് എ ബോക്സ് അല്ലെ, ഒരു ബോക്സ് വരച്ച് എക്സിനും വൈക്കും, എക്സിന് 0 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ 8 ആണ്, വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സിന്റെ വാല്യൂ എന്താണ്? 8 ആണ്. സോ 0,8 8,0 ആണ് എന്ത്? ആദ്യത്തെ തന്നിരിക്കുന്ന കൺസ്ട്രെയിനെ റെപ്രസെന്റ് ചെയ്യുന്ന പോയിന്റ്സുകൾ അല്ലേ? യെസ്. അടുത്ത ഏതായിരുന്നു? 3x plus 5y less than or equals to 15. അഗെയിൻ നമ്മൾ എന്ത് എഴുതുക? തന്നിരിക്കുന്ന കൺസ്ട്രെയിന്റിനെ ഈക്വൽസ് ടു 15 ആക്കി നമ്മൾ എഴുതി. എക്സിനും വൈക്കും നമ്മൾ എന്ത് ചെയ്യണം? 0 നമ്മൾ കൊടുക്കണം. ഓരോ കണ്ടീഷൻസ് ആയിട്ട് കൊടുക്കണം. എക്സിന് 0 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ 3 ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സിന് വാല്യൂ കിട്ടുന്നത് എന്തായിരിക്കും? 5 ആയിരിക്കും. സോ 0,3യും അതേപോലെ തന്നെ 5,0യുമാണ് അടുത്ത സെറ്റ് ഓഫ് പോയിന്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ദെൻ അടുത്തൊരു കൺസ്ട്രെയിന്റ് ഏതാ? എക്സ് ഗ്രേറ്റർ ദാൻ 0, വൈ ഗ്രേറ്റർ ദാൻ 0. ഇറ്റ് മീൻസ് എന്താണ്? ഫീസിബിൾ റീജിയൻ ലൈസ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് അല്ലേ? യെസ്. അപ്പൊ അത് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ബാക്കി രണ്ട് കൺസ്ട്രെയിൻസ് എടുത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഗ്രാഫ് വരച്ചാൽ മതി. വരച്ച് ഷെയ്ഡ് ചെയ്യണം അല്ലേ? യെസ്. യെസ്. എക്സ് ആക്സിസ് വരച്ചു, വൈ ആക്സിസ് വരച്ചു, ഇന്റർസെക്റ്റിംഗ് പോയിന്റ് 0 എന്ന് മാർക്ക് ചെയ്തു. പോയിന്റ്സുകൾ 3, 5, 8 എന്നൊക്കെ വരുന്നത് അല്ലേ? നമുക്ക് 1, 2, 3, 4, 5, 6, 7, 8 മാക്സിമം എത്രയാണ് നമുക്ക് വന്നിരിക്കുന്നത്? വരയ്ക്കുമ്പോൾ കറക്റ്റ് സ്പേസിങ് കാര്യങ്ങൾ എടുത്തു വേണം നമ്മൾ വരയ്ക്കാൻ കേട്ടോ. ഫെയർ സൊല്യൂഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം? കറക്റ്റ് സ്പേസിങ് എടുത്ത് കറക്റ്റ് ഓരോ യൂണിറ്റ്സും എത്രയാണെന്നുള്ളത് മെൻഷൻ ചെയ്ത് വേണം ചെയ്യാനായിട്ട്. ഓക്കെ. യെസ്. പോയിന്റ്സുകൾ നമ്മൾ നോക്കുക. 0, 3 എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട് അല്ലേ? യെസ്. അടുത്ത പോയിന്റ് ഏതാ? 5, 0. യെസ്. ആ ലൈൻ്റെ ഇക്വേഷൻ ഏതായിരുന്നു? 0, 3, 5, 0 എന്ന് പറയുന്നത് രണ്ടാമത്തെ കൺസ്ട്രെയിന്റ് ആയിരുന്നു അല്ലേ? 3x plus 5y ഈക്വൽസ് ടു 15 അല്ലേ? അടുത്ത കൺസ്ട്രെയിന്റ് ഏതാണ്? 0,880 ആണ് അല്ലേ? യെസ്. ഇത് 8,0 എന്താ? 0,8. യെസ്. അവിടെ നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ എഴുതുക. എക്സ് പ്ലസ് വൈ അതെന്തായാലും എഴുതണം കേട്ടോ എല്ലാ ക്വസ്റ്റ്യൻസിലും. എക്സ് പ്ലസ് വൈ ഈക്വൽസ് ടു 8. യെസ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഫീസിബിൾ റീജിയൻ കിടക്കുന്ന റീജിയൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം അല്ലേ? അപ്പം നമ്മൾ എന്താ ചെയ്യാറ്? ഫസ്റ്റ് കൺസ്ട്രെയിന്റ് എടുക്കുക. അറ്റ് എ ടൈം എക്സിന് വൈക്ക് 0 കൊടുക്കുമ്പോൾ 0 + 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽസ് ടു 8. 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽസ് ടു 8 സ്റ്റേറ്റ്മെന്റ് എന്താണ്? റോങ് ആയിട്ടാണ് വരുന്നത്.
അല്ലേ? അപ്പൊ എക്സ് പ്ലസ് വൈ ഈക്വൽസ് ടു 8 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് റോങ് ആയതുകൊണ്ട് സൊല്യൂഷൻ നമ്മൾ പുറത്തോട്ടായിരിക്കും വരയ്ക്കുന്നുണ്ടായിരിക്കുക അല്ലേ? യെസ്. അതേപോലെ തന്നെ അടുത്തത് എടുക്കുക. അടുത്തത് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്തായിരിക്കും? 3x + 5 = 15 അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ 0 + 0 <= 15, 0 <= 15 സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ് അല്ലേ? അപ്പൊ എന്തായിരിക്കും? ഇത് ഇങ്ങോട്ടായിരിക്കും നമുക്ക് ഷെയ്ഡ് ചെയ്യേണ്ടി വരുന്നുണ്ടായിരിക്കുക. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഈ രണ്ട് ലൈൻസുകളിൽ നിന്നും കോമൺ ആയിട്ടുള്ള പോയിന്റ്സുകളൊന്നും വരുന്നില്ല. ശരിയാണോ? യെസ്. അതായത് there will be no point satisfying all the constraints simultaneously അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? there will be no feasible region. there will be no feasible region അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? there will be no feasible solution. There are no points satisfying all the constraints simultaneously. Therefore, the given objective function, അല്ലേ, നമുക്ക് എന്ത് പറയാം? There is no feasible region or no feasible solution. Clear ആയല്ലോ? Yes. Thank you.